സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 5000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രം. കൊടും വനത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രം. വർഷത്തിൽ ഒരിക്കൽ മാത്രം ഭക്തർക്കായി തുറന്നുകൊടുക്കുന്ന ഒരേ ഒരു ക്ഷേത്രം. അതെ, തമിഴ് ഇതിഹാസ കാവ്യമായ ചിലപ്പതികാരത്തിലെ കണ്ണകി മധുര കത്തിച്ച ശേഷം 14 ദിവസം ഇവിടെ താമസിച്ചു എന്ന് ഐതിഹ്യം പറയുന്ന ഒരു ക്ഷേത്രം. കൊടും വനത്തിനുള്ളിൽ പെരിയാർ ടൈഗർ റിസർവിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം. അതെ, മംഗളാദേവി കണ്ണകി ക്ഷേത്രം. അതിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളുമാണ് ഇന്നീ വീഡിയോയിലുള്ളത്. ദിസ് ഈസ് രഞ്ജിത്ത്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും. നമ്മുടെ മംഗളാദേവി ക്ഷേത്രത്തിൻ്റെ രണ്ടാം ഭാഗമാണ് ഇന്ന് ഈ വീഡിയോ ഉള്ളത്. അതായത് നമ്മൾ ആദ്യ ഭാഗം ഈ മംഗളാദേവി ക്ഷേത്രത്തിലെ ട്രക്കിങ്ങിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് കാണിച്ചു തന്നത്. കാരണം വീഡിയോയ്ക്ക് കുറച്ച് ലെങ്ത് കൂടിയതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ ഒരു വീഡിയോ അവിടെ വെച്ച് നിർത്തിയത്. അപ്പോൾ അതിൻ്റെ ബാക്കി ട്രക്കിങ്ങും പിന്നെ മംഗളാദേവി ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളുമാണ് ഇന്ന് ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ ഏകദേശം നമുക്ക് ഇവിടുന്ന് 3 കിലോമീറ്റർ ദൂരം കൂടെ മംഗളാദേവി ക്ഷേത്രത്തിൽ എത്തുവാൻ വേണ്ടി. നമ്മൾ നടന്ന് കയറി വരുമ്പോൾ കരടിക്കവല എന്നൊരു സ്ഥലം വരും. ആ കരടിക്കവല എന്ന സ്ഥലം വരെ നമുക്ക് വലിയ കുഴപ്പമില്ലാതെ നമുക്ക് കയറി വരും. പക്ഷേ അതിന് ശേഷം കുത്തനെയുള്ള കയറ്റങ്ങളും ഹെയർ പിൻ വളവുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ മുതലാണ് നമുക്ക് ആ ഒരു യാത്രയുടെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നത്. കാരണം ഓൾറെഡി 14 കിലോമീറ്റർ ദൂരമുണ്ട്. ഏകദേശം 14 കിലോമീറ്ററിൽ ഒരു 9 കിലോമീറ്റർ വരെ നമുക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ വരാൻ പറ്റും. ബാക്കിയുള്ള 5-6 കിലോമീറ്റർ ദൂരമാണ് നമുക്ക് യാത്രയ്ക്ക് നടന്നു വരാൻ ബുദ്ധിമുട്ടുള്ളത്. മാത്രമല്ല ജീപ്പുകളിൽ പോകുമ്പം ഈ ഒരു പൊടിശല്യവും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കയ്യിൽ മാസ്ക് കരുതുക. മാസ്കോ അല്ലെങ്കിൽ മുഖം മറക്കാനുള്ള എന്തെങ്കിലും കൈ കരുതുക. പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സാധനവും കൊണ്ടുവരാൻ പാടില്ല. കാരണം പ്ലാസ്റ്റിക് അവിടെ ഫോറസ്റ്റുകാർ ബൈക്ക് കംപ്ലീറ്റ് ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ കടത്തി വിടുകയുള്ളൂ. പ്ലാസ്റ്റിക്കിൻ്റെ എന്ത് കണ്ടാലും അവരതോടെ വാങ്ങിച്ചു വെക്കും. വെള്ളത്തിൻ്റെ കുപ്പി പോലും വാങ്ങിച്ചു വെക്കും. അപ്പോൾ അതുകൊണ്ട് പ്ലാസ്റ്റിക് കൊണ്ടുവരാതിരിക്കാൻ ശ്രമിക്കുക. പിന്നെ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഇവിടെ DSLR ക്യാമറ, ഡ്രോണുകളെ അങ്ങനെയുള്ള മറ്റു പല സാധനങ്ങൾക്കും നിരോധനമുണ്ട്. പിന്നെ സിഗരറ്റ് ലാമ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൊണ്ടുവരാതിരിക്കാൻ ശ്രമിക്കുക. തീപ്പെട്ടി ഇതൊന്നും കയറ്റി വിടുകയില്ല. നമ്മൾ കയ്യിൽ സാനിറ്റൈസർ കരുതുന്നത് നല്ലതായിരിക്കും. കാരണം അട്ടയുടെ ശല്യം ഒരുപാടുണ്ട്. അട്ടശല്യം ഉള്ളതുകൊണ്ട് നമ്മൾ കയ്യിൽ സാനിറ്റൈസർ കരുതുവാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. മംഗളാദേവി ക്ഷേത്രത്തിൻ്റെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മാത്രമല്ല നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. നല്ലൊരു കയറ്റമുണ്ട്. അപ്പോൾ ഞാൻ കാണിക്കാം. ആളുകൾ നടന്ന് കയറി പോകുന്നത് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ നടന്ന് കയറി പോകുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. ഇല്ലെങ്കിൽ ഈ ജീപ്പ് പോകുന്ന വഴി കൂടെ ഇങ്ങനെ കയറി പട്ടം ചുറ്റി പോയി കഴിഞ്ഞാൽ കുറച്ച് സമയം എടുക്കും. നല്ല കയറ്റമാണെങ്കിൽ വളരെ പതുക്കെ നടന്ന് കയറിയാൽ മതി. ഒരു താളത്തിൽ അങ്ങ് നടന്ന് കയറുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് മുകളിൽ ചെല്ലാൻ പറ്റും. ഈ ഒരു മരം കണ്ടോ, ഇതിൻ്റെ കാ കണ്ടോ? അപ്പോൾ ആ കാണുന്ന ഭാഗം തമിഴ്നാടിൻ്റെ ഭാഗം. അത് വഴി ഇത് നമ്മുടെ കേരളത്തിൻ്റെ ഭാഗം. ഇത് അപ്പോൾ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെ അതിർത്തിയിലാണ്. അപ്പോൾ നമ്മൾ നടന്നിട്ട് ഈ കുത്തനെയുള്ള കയറ്റമാണ്. ഇത് നടന്നിങ്ങനെ കയറുക. ഇത് അത്യാവശ്യം നല്ല സ്റ്റീപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെ കയറിയാൽ മതി. അപ്പോൾ അങ്ങ് ദൂരെ ഇതാ കാണുന്നതാണ് കുമളി ടൗണ്. അപ്പോൾ നമ്മളിങ്ങനെ ഇവിടെ ഈ ഫോറസ്റ്റിനുള്ളിൽ കൂടെ കയറി ഒരു 10-14 കിലോമീറ്റർ ട്രക്ക് ചെയ്താണ് ഇപ്പോൾ ടോപ്പ് എത്തിയേക്കുന്നത്. ടോപ്പായില്ല,
ഇനിയുണ്ട്, അങ്ങ് പോകണം. അപ്പോൾ ആ ഒരു മല കണ്ടോ, അപ്പോൾ അവിടെ ദൂരെ അതുവഴി ആളുകൾ നടന്നു വരുന്നുണ്ട്, ട്രക്ക് ചെയ്ത് ഈ ക്ഷേത്രത്തിൽ നടന്നുണ്ട്. അത് നമ്മുടെ തമിഴ്നാട്ടിൽ ലോവർ ക്യാമ്പിൽ നിന്ന് തീർത്ഥാടകർ നടന്നു വരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ നടന്ന് കേരളത്തിലെ കുമളിക്കൂടെയും പിന്നെ ലോവർ ക്യാമ്പിൽ കൂടെയും നമുക്ക് നടന്നു വരാൻ പറ്റും. പക്ഷേ ജീപ്പിൽ വരണമെങ്കിൽ നമുക്ക് കുമളിയിൽ കൂടെ മാത്രമേ ജീപ്പിൽ ഈ ക്ഷേത്രത്തിൽ ഇവിടെ എത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ നിന്നാൽ നമുക്ക് തമിഴ്നാടിൻ്റെ അതിമനോഹരമായ ഒരു കാഴ്ച കാണാൻ പറ്റും. താഴെ നമുക്ക് ലോവർ ക്യാമ്പ്, ഗൂഡല്ലൂർ ടൗണ്, കമ്പം ടൗണ്, തേനി നല്ല വിസിബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ തേനി ടൗണും കാണാൻ പറ്റുള്ളൂ. പക്ഷേ നമുക്ക് തമിഴ്നാടിൻ്റെ അതിമനോഹരമായ ഒരു കാഴ്ചകൾ ഇവിടുന്ന് കാണാൻ പറ്റും. ഇവിടെ എല്ലാം നിറച്ച പറ്റേ ആനപ്പണം കിടക്കും. ഇവിടെ എല്ലാം ആന കയറുന്ന സ്ഥലങ്ങളാണ്. നമ്മുടെ മുല്ലപ്പെരിയാറിൻ്റെ റിസർവയർ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു ഭാഗമാണ്. ഇവിടെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ ഏകദേശം അങ്ങ് ദൂരമായിട്ടാണ് നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ ജീപ്പൊക്കെ ഏകദേശം ഈ ഒരു ഭാഗത്ത് വരെ വരത്തുള്ളൂ. ഇപ്പോൾ ഇവിടെയാണ് ജീപ്പെല്ലാം പാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ദൂരെ നമുക്ക് മംഗളദേവി ക്ഷേത്രം കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഒരു വാച്ച് ടവർ കാണാൻ പറ്റും. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചത് ഇപ്പോൾ ഇവിടെ വരുന്നവർക്ക് നമുക്ക് ഒരു വ്യൂ പോയിൻറ്റിന് വേണ്ടി പണിയിപ്പിച്ച വാച്ച് ടവർ ആയിരിക്കും എന്നാണ് വിചാരിച്ചത് ഫസ്റ്റ്. പിന്നാണ് അവിടെ ഒരു ഫോറസ്റ്റിൻ്റെ ഒരു റേഞ്ച് ഓഫീസ് ഉണ്ട് അവിടെ. അപ്പോൾ നിരീക്ഷണങ്ങൾക്കും മറ്റാവശ്യങ്ങൾക്കും വേണ്ടിയാണ് ആ ഒരു വാച്ച് ടവർ അവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതെ, നമ്മൾ ചെരുപ്പൊക്കെ ഇവിടെ ഊരിയിട്ട് ചെരുപ്പ് ഊരിയിട്ടെങ്കിൽ മാത്രമേ ക്ഷേത്രത്തിലോട്ട് കയറാൻ പറ്റത്തുള്ളൂ. മുല്ലപ്പെരിയാറിൻ്റെ റിസർവയറും കാച്ച്മെൻ്റ് ഏരിയ കാണുന്നത്. തമിഴ്നാട്ടിലെ തേനി ജില്ലയുടെയും കേരളത്തിലെ ഇടുക്കി ജില്ലയുടെയും ഇന്നത്തെ അതിർത്തിക്കടുത്തായി തേനി ജില്ലയിലെ പഴയൻകുഴിയിൽ നിന്ന് ഏകദേശം 7 കിലോമീറ്ററും ഇടുക്കി ജില്ലയിലെ തേക്കഴിയിൽ നിന്ന് ഏകദേശം 14 കിലോമീറ്ററും അകലെ മംഗളാദേവിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഹിന്ദു ക്ഷേത്രമാണ് മംഗളാദേവി കണ്ണകി ക്ഷേത്രം. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 5000 അടി ഉയരത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പശ്ചിമഘട്ട മലനിരകളിലെ പെരിയാർ ടൈഗർ റിസർവിലാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ചിത്രപൗർണമി ദിനത്തിൽ മാത്രമേ ഈ ഒരു ക്ഷേത്രം ആരാധനയ്ക്കായി തുറന്നിരിക്കുകയുള്ളൂ. ഈ ഒരു ദിവസം മാത്രമേ ഉള്ളൂ ഭക്തർക്ക് പ്രവേശനവുമുള്ളത്. തമിഴ് ഇതിഹാസകാവ്യമായ ചിലപ്പതികാരം എന്നതിലെ നായികയായ കണ്ണകി പാണ്ഡ്യ തലസ്ഥാനമായ മധുര കത്തിച്ചതിന് ശേഷം ഈ സ്ഥലത്തേക്ക് യാത്ര ചെയ്യുകയും 14 ദിവസം ഇവിടെ താമസിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. ഈ ക്ഷേത്രം 1-ാം നൂറ്റാണ്ടിൽ അല്ല 2-ാം നൂറ്റാണ്ടാണ് പണി കഴിപ്പിച്ചു എന്ന് പറയപ്പെടുന്നു. പാരമ്പര്യമനുസരിച്ച് ആദ്യകാല ചേര രാജ്യത്തിന് ഭരണാധികാരിയായ ചെങ്കുട്ടവനാണ് ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു ക്ഷേത്രം ഇവിടെ പണി കഴിപ്പിച്ചു എന്ന് പറയപ്പെടുന്നു. അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൽ എത്തിച്ചേരുമ്പോൾ ആദ്യം കാണുന്ന കണ്ണകി ക്ഷേത്രത്തിൻ്റെ തെക്കു പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് ഈ കാണുന്ന ഗണപതിയുടെ വിഗ്രഹം പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഇവിടെ ഗണപതിയുടെ പ്രതിഷ്ഠ മാത്രമല്ല, ശിവൻ്റെയും കറുപ്പസ്വാമിയുടെയും പ്രതിഷ്ഠയുണ്ട്.
മാത്രമല്ല ഇവിടെ കണ്ണകിയുടെ 2 പ്രതിഷ്ഠകളുണ്ട്. ഒരു ഭാഗത്ത് കേരളത്തിൽ നിന്നുള്ള പൂജാരിമാർ അവിടെ പൂജ നടത്തുകയും മറ്റൊരു ഭാഗത്ത് കണ്ണകി ദേവിക്ക് തമിഴ്നാട്ടിൽ നിന്നുള്ള പൂജാരിമാരുമാണ് അവിടെ പൂജ നടത്തുന്നത്. ഇവിടെയുള്ളത് കറുപ്പുസ്വാമിയുടെ പ്രതിഷ്ഠയാണ്. എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ മുൻപിൽ കാണുന്നത് കണ്ണകി ദേവിയുടെ മറ്റൊരു പ്രതിഷ്ഠയാണ്. തമിഴ്നാട്ടിൽ നിന്നുള്ള പൂജാരിമാരാണ് അവിടെ പൂജ ചെയ്യുന്നതും തമിഴ്നാട്ടിൽ നിന്നുള്ള പോലീസുകാരും ആണ് അവിടുത്തെ കാര്യങ്ങളും എല്ലാം ക്രമീകരിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് തമിഴ്നാടിൻ്റെ പൂജയും മറുഭാഗത്ത് കേരളത്തിൻ്റെ പൂജാരിമാരുമാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞ് ഇവിടെ കണ്ണകി ദേവിയുടെ 2 പ്രതിഷ്ഠയുണ്ടെന്നും അത് 2 കേരളത്തിൽ നിന്നുള്ളതും തമിഴ്നാട്ടിൽ നിന്ന് പൂജാരിമാരാണ് അവിടെ പൂജ ചെയ്യുന്നതാണ് അറിയപ്പെടുന്നത്. ക്ഷേത്രദർശനമെല്ലാം കഴിഞ്ഞ് പുറത്തോട്ടിറങ്ങി. എനിക്കവിടെ കുറച്ച് നേരം കൂടെ നിൽക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേങ്കിൽ സാധിക്കുകയില്ല. സ്ഥലപരിമിതി മൂലവും മാത്രമല്ല തിരക്ക് ഒരുപാട് ഉള്ളത് കാരണം നമ്മളെ അവിടെ നിൽക്കുവാൻ പോലീസുകാർ സമ്മതിക്കുകയില്ല. ക്ഷേത്രദർശനം കഴിഞ്ഞാൽ പുറത്തിറങ്ങിയ ശേഷം അവിടെ അന്നദാനം ഉണ്ടായിരുന്നു. ആ അന്നദാനമൊക്കെ കഴിച്ച് നമുക്ക് ഒന്നെങ്കിൽ ജീപ്പിലോ അല്ലെങ്കിൽ നടന്നോ നമുക്ക് തിരിച്ച് താഴോട്ട് ഇറങ്ങിപ്പോകാൻ പറ്റും. ഇപ്പോഴും നല്ല തിരക്കായിട്ടുണ്ട്. നമ്മൾ ഇറയൊക്കെ തിരക്കുമായി ഇപ്പോൾ ഫുള്ളായി. ഇനിയിപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ഇറങ്ങുക. ഇറങ്ങി താഴെ ജീപ്പ് കിട്ടും. ജീപ്പ് കിട്ടി പെട്ടെന്ന് താഴെ ഇറങ്ങണം. ഇവിടെ തൊഴിൽ കഴിഞ്ഞപ്പോൾ അതിനേരം നിർത്താൻ സമ്മതിക്കത്തില്ല. അപ്പോൾ ഞാൻ തിരിച്ച് കുമളിയിലെത്തി. തിരിച്ച് ജീപ്പിനാണ് ഇറങ്ങിയത്. 200 രൂപ ജീപ്പുകാരൻ വാങ്ങിച്ചു. കാരണം അവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം അതുപോലെ തിരക്കായിപ്പോയി. അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായതുകൊണ്ട് വരുന്ന ജീപ്പിനകത്ത് ആളുകളെ കയറ്റി വിടുന്നു. അപ്പം അയാൾക്ക് പറയുന്ന പൈസ നമ്മൾ കൊടുക്കാമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് 200 രൂപ കൊടുത്ത് താഴെ, ഒരാൾക്കാണ് 200 രൂപ കൊടുത്ത് താഴെ ഇറങ്ങേണ്ടി വന്നത്. അപ്പം മംഗളാദേവിയിൽ വരുന്നവർക്ക് 1-2 കാര്യങ്ങളോട് ഞാൻ പറഞ്ഞ് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അതായത് നിങ്ങൾ നടന്നു പോകുവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ കുമളി വഴി 14 കിലോമീറ്ററും ലോവർ ക്യാമ്പ് വഴി 7 കിലോമീറ്ററുമാണ് ഉള്ളത്. പിന്നെ ജീപ്പിൽ പോകേണ്ടവർ കുമളിയിൽ കൂടെ മാത്രമേ ജീപ്പ് പോവുകയുള്ളൂ. അപ്പോൾ നടന്നു പോകുന്നവരെ കയ്യിൽ മാസ്ക് കരുതുക. കാരണം പിന്നെ നിങ്ങൾ അത് രാവിലെ നടക്കാൻ ശ്രമിക്കുക. ഏകദേശം ഒരു 6 മണിക്ക് മുമ്പായിട്ട് നിങ്ങൾ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ വരിക. അപ്പോൾ ഫോറസ്റ്റിൻ്റെ ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് നമുക്ക് കയറാൻ പറ്റും. അപ്പോൾ ജീപ്പ് പോയി ഓടി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് പൊടിപടലങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ കയ്യിൽ മാസ്ക് കരുതുന്നത് നല്ലതായിരിക്കും. പിന്നെ കയ്യിൽ സാനിറ്റൈസറോട് കരുതുക. സാനിറ്റൈസർ എന്ന് വെച്ചാൽ അവിടെ അട്ടശല്യം കണ്ടമാനമുണ്ട്. അപ്പോൾ അട്ട കടിക്കുകയാണെങ്കിൽ നമുക്ക് സാനിറ്റൈസറാണ് കുറച്ച് നല്ലത്. പിന്നെ അതുപോലെ നമ്മുടെ ലൈറ്ററോ തീപ്പെട്ടിയോ മറ്റുണ്ടെങ്കിൽ ഫോറസ്റ്റുകാർ അവിടെ വാങ്ങിച്ച് വെക്കും.
സാനിറ്റൈസർ അത്രയും വലിയ കുഴപ്പമില്ല, അവരോട് പറഞ്ഞ ഒരു കാര്യം മനസ്സിലാവും. പിന്നെ പ്ലാസ്റ്റിക് അവിടെ കൊണ്ടുപോകാൻ സാധിക്കില്ല, DSLR ക്യാമറ പറ്റില്ല. വീഡിയോ ഇഷ്ടമായെന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കിട്ടുമ്പോഴാണ്. ദിസ് ഈസ് രഞ്ജിത്ത്.